ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള 2 സ്നാക്സാണ് കാണിക്കുന്നത്. ഒരു ഫില്ലിംഗ് ആണ്, പക്ഷേ 2 ടൈപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇഫ്താറിനൊക്കെ നമ്മളെപ്പോഴും മാറ്റി മാറ്റി സ്നാക്സ് ഉണ്ടാക്കാനല്ലേ ആഗ്രഹിക്കാറ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യാണ്. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത ഈ പാത്രത്തിലേക്ക് തന്നെയാണ് ഫില്ലിങ്ങും ഉണ്ടാക്കാനായിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഓയിൽ അങ്ങ് മാറ്റി കൊടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉള്ളി മാത്രമല്ല, ബാക്കി നമ്മളിടുന്ന എല്ലാം തന്നെ അധികം വെന്തൊടിഞ്ഞു പോകണ്ട. എല്ലാ വെജിറ്റബിളും തന്നെ ഹാഫ് കുക്ക് മാത്രം ആയാൽ മതി. ഉള്ളി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ക്യാരറ്റും കൂടി ഒന്ന് ഇട്ടെടുത്തൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം കൂടി ഇടാം. നമ്മളിതിൽ വേറെ ഇതൊന്നും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടുന്നില്ല. ഇത് വേറെ ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ്. ക്യാപ്സിക്കം കൂടി ഒന്ന് വഴന്ന് കിട്ടിയാൽ ഇതിലേക്ക് 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. നമ്മൾ ഇത്രയും ടൈമായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ഒഴിച്ച സോസിലും ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും ഉപ്പൊന്ന് നോക്കി അളവ് നോക്കി ബാക്കി നോക്കിയിട്ട് മാത്രം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റിലായിട്ട് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഞാൻ ഒരു പിഞ്ച് മാത്രം ഗരം മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ബ്രെഡ് വെച്ചിട്ടല്ലേ നമുക്കിത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ബ്രെഡൊന്ന് സോഫ്റ്റാക്കി കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു ആവി പാത്രം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഇഡ്ഡലി തട്ടും കൂടി അതിലേക്ക് വെച്ച് കൊടുത്ത് 4 ബ്രെഡ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞാലാണ് 1 മിനിറ്റ് വെക്കേണ്ടത് കേട്ടോ. അടച്ച് വെക്കേണ്ടത്. അടച്ച് വെച്ചതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് സോഫ്റ്റായി കഴിഞ്ഞാൽ അതിൻ്റെ 4 സൈഡൊന്ന് കട്ട് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പരത്തി കിട്ടും. നല്ല നേരിയതായിട്ട് പരത്താൻ കിട്ടും.
അപ്പോൾ എല്ലാവരും ഈ ട്രിക്കൊന്ന് ചെയ്ത് നോക്കണം. ഈ ഒരു സ്നാക്സിന് മാത്രമല്ല, ബ്രെഡ് വെച്ചിട്ട് ഇതുപോലൊരു ചെയ്യാൻ പറ്റുന്ന സ്നാക്സിനൊക്കെ, ബ്രെഡ് പരത്തിയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്നാക്സിനൊക്കെ ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്താൽ മതി. അതിലേക്ക് ഞാൻ കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് മൈദ മിക്സ് തേച്ച് കൊടുക്കുക. മൈദയും അതുപോലെ വെള്ളവും മിക്സ് ചെയ്തിട്ട് ഒരു പശ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ മസാല കാണാണ്ടിരിക്കാനായിട്ട് അതുപോലെ തന്നെ കുറച്ച് മൈദയാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതും അവിടെ റെഡിയായി. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ബ്രെഡും ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഫ്രൈ ചെയ്യാനായിട്ട് പോവാം. ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മുട്ട മിക്സിയിൽ മുക്കിയിട്ട് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്തൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുട്ട കലക്കിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 സ്നാക്സും ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാണ് കുറച്ച് അധികം മുട്ട എടുത്തത്. ഒരു 2 മുട്ടയൊക്കെ മതിയാവുന്നതാണ് ഇത്രയും ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാനായിട്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒഴിച്ച ഓയിലില്ലേ എനിക്ക് കൂടുതലായിട്ട് ഞാൻ കുറച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒഴിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ആ ബ്രെഡിൻ്റെ സ്നാക്ക് എടുത്ത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത്, അങ്ങനെ ഡീപ്പായിട്ടൊന്നും ഡിപ്പ് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മുട്ടയായാൽ മതി. എന്നിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ 4 ഭാഗവും ഒന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2 എഡ്ജും നമുക്ക് ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇത് ഉണ്ടാക്കാനായിട്ട് പോവാം. അതിനും ഞാൻ ഇതുപോലെ തന്നെ ബ്രെഡ് ആവി കയറ്റിയിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ്. അതും പരത്തി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഒരു ബ്രെഡ് ഞാനിത് ഇവിടെ എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു കോണ് പോലെ ആക്കിയിട്ടാണ് ഈ സ്നാക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് മൈദയുടെ ആ ഒരു മിക്സ് ഈ ഒരറ്റത്തായിട്ട് തേച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തെ
ഭാഗം ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടും. വലിയ ഇതൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സ്നാക്സാണ്. ഇങ്ങനെ ഇവിടെ പ്രസ്സാക്കിയിട്ടൊന്ന് കൊടുക്കുമ്പോഴേക്കും അതവിടെ റെഡിയായി കിട്ടുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്ങും കൂടി നിറച്ച് കൊടുക്കാം. ഫില്ലിങ് കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മേലെയും കൂടി കുറച്ച് മൈദ മിക്സ് തേച്ച് കൊടുത്ത് അതും കൂടി അവിടെ സെറ്റാക്കി കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പം എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം ഞാനങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനായിട്ട് വേണ്ടത് കുറച്ച് മുട്ടയും അതുപോലെ ബ്രെഡ് ക്രംസും ആണ്. എന്നിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസും ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ഐറ്റമാണ്. അതിനായിട്ട് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 സ്നാക്സും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്കും ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.